നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. യുവാക്കൾക്ക് ആവേശമായി കളിക്കളം. ഇലഞ്ഞിയിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ദീർഘകാല ആവശ്യമായിരുന്നു കളിക്കളം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആവേശം വാനോളമായി. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ ആലാപുരം വെട്ടിക്കാട് റോഡ് സൈഡിൽ കാട് പിടിച്ചു കിടന്ന AVIPയുടെ സ്ഥലമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കളിക്കളമാക്കി മാറ്റിയത്. കലയും കായികവും ആവട്ടെ ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വിവ അത്ലറ്റിന്റെയും ക്രൂർ FC-യുടെയും സൗഹൃദ ഫുട്ബോൾ മത്സരത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് രാമമംഗലം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ CB അച്യുതൻ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ജീവിതമാകണം ലഹരി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കുട്ടികളും യുവാക്കളും കയ്യടിയോടെ സ്വീകരിക്കുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. തുടർന്ന് ഇലഞ്ഞി ക്ഷത്രിയ കലാസംഘം CVN കളരിയുടെ നേതൃത്വത്തിൽ 30ഓളം കുട്ടികൾ അണിനിരന്ന കളരി അഭ്യാസ പ്രകടനങ്ങൾ ആവേശമായി. സനോജ് ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള കുട്ടികൾ കാണിച്ച മെയ് വഴക്കവും അഭ്യാസ പ്രകടനങ്ങളും അവിശ്വസനീയമായിരുന്നു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ട്രോഫികളും ആശംസകളും കൈമാറിയാണ് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ഈ സന്ദർഭം അവിസ്മരണീയമായി മാറ്റിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി ജോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികസനകാര്യം സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി മോളി എബ്രഹാം സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മജി സന്തോഷ്, അംഗങ്ങളായ MP ജോസഫ്, ജോർജ് ചമ്പമല, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സന്തോഷ് കോരപ്പിള്ള, സുജിത സദൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി അരിക്കാട്ടിൽ തുടങ്ങിയവർ. കലയും കായികവും ആവട്ടെ ലഹരി എന്ന ആപ്തവാക്യത്തോടെ നമ്മൾ ഇന്ന് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വളരെ അഭിമാന പുരസ്സരം നമ്മളുടെ നാടിനായിട്ട് സമർപ്പിക്കുന്ന ഒരു കളിക്കളമാണിത്. ഇത് ഏറെ നാളത്തെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂലൈ മുതൽ ഇതിന്റെ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി അതിനു മുൻപ് തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, സ്ഥലങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ. അവസാനം ഈ ഒരു സ്ഥലം ഭരണസമിതി നിശ്ചയിക്കുകയും അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ മിക്കവാറും ഇടയ്ക്കൊക്കെ എല്ലാ ദിവസങ്ങളിലും എന്ന രീതിയിൽ തന്നെ MVP ഓഫീസുകളിൽ സംസ്ഥാന തലം തൊട്ട് നമ്മളുടെ ജില്ലാ തലങ്ങളിലൊക്കെ കയറിയിറങ്ങുകയും നിരന്തരമായ നമ്മളുടെ ഭരണസമിതിയുടെ ഇടപെടലും പരിശ്രമവും കൊണ്ടാണ് ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ 13 മെമ്പർമാരും ഇവിടെ അണിനിരന്നത്. ഞങ്ങൾക്കേറെ അഭിമാനം സന്തോഷമുണ്ട്. കാരണം നമ്മൾക്കറിയാം, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിടുത്തെ യുവജനങ്ങളാണ് നമ്മളുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുക. അപ്പൊ അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തില് ലഹരി വളരെ കുട്ടികളെയും യുവജനങ്ങളെയും താറുമാറിലാക്കുന്ന ഈ സാഹചര്യത്തില് കുട്ടികൾക്കും യുവജനങ്ങൾക്കും അല്ല മുതിർന്നവർക്കും ഒക്കെ ഇവിടെ വന്ന് നമുക്കറിയാം ഒത്തിരിയേറെ പരിമിതികൾ ഉണ്ടാവാം, എങ്കിൽ പോലും നല്ലൊരു ഗ്രൗണ്ടാണ് ഇത്. കളിയാകണം ലഹരി, അല്ലെങ്കിൽ ജീവിതമാകണം ലഹരി. ലഹരിക്ക് പിറകെ പോകുന്ന യുവത്വങ്ങളെ തിരിച്ചു വിളിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് നല്ല നിലയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് നമ്മുടെ സമൂഹത്തിന്റെ നന്മയിലേക്ക് നയിക്കാൻ ശരിക്കൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും യുവജന കൂട്ടായ്മകളും ഉണ്ടാക്കിയെടുക്കാൻ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് നടത്തിയ ശ്രമം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുകയാണ്. മധ്യ കേരളത്തിൽ മിക്കവാറും പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഈ കാര്യത്തിൽ കാണിച്ച ആത്മാർത്ഥത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും പിന്തുണയോടെ ഈ പ്രോഗ്രാം നടത്തിയത് വളരെ അവരെ ഞാൻ അനുമോദിക്കാൻ ആദ്യമായി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, ഏറെ സന്തോഷം ഇവിടെ വന്നപ്പോ കളരിപ്പയറ്റിന്റെ ആ വസ്ത്രധാരണ രീതിയൊക്കെ പഴയത് മാറി, ഷോർട്സ് ഒക്കെ ഇട്ടേക്കണേ. എന്റെ സങ്കല്പത്തില് കളരിപ്പയറ്റിന്റെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ പുറകോട്ടെ കെട്ടി ഉള്ളതായിരുന്നു എന്റെ സങ്കല്പം. ഇവിടെ വന്നപ്പോ നമ്മളൊരു സ്പോർട്സ് ഐറ്റം എന്ന നിലയിൽ ഇവർക്ക് സ്പോർട്സ് കൗൺസിൽ അംഗീകാരം എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് കേട്ടോ? കേട്ടിട്ടില്ലേ? തലശ്ശേരിയിലെ പൊന്നിത്തൊക്കെ നിങ്ങൾ TV കണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാനതൊക്കെ സ്വപ്നം കണ്ടാ വന്നത് ഇവിടെ. അപ്പൊ അത്തരത്തിലുള്ള ഭയങ്കര പരിപാടി ആയിരിക്കും എന്നൊക്കെ. എന്തിനായാലും വളരെ സന്തോഷം. നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു മനസ്സിന് നിറവാണല്ലോ ഏറ്റവും വലുത്. ലഹരിക്കെതിരായ പോരാട്ടം വിവിധ മേഖലകളിൽ വിവിധ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തും എക്സൈസിന്റെ ഭാഗത്തും ഒക്കെ ഇക്കാര്യത്തിലേക്ക് നമ്മുടെ സമൂഹ മനസാക്ഷിയുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം സജീവമായി നടത്തേണ്ടത് ജനങ്ങളാണ്, വ്യക്തികളാണ്, കുടുംബങ്ങളിലാണ് തുടങ്ങേണ്ടത്. കാരണം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ.
ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.